പരിപാടികളിലും അത്തരം പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടേ ഇല്ല, ഞാൻ പങ്കെടുക്കുകയില്ല. ഞാൻ ഈ പറയുന്ന ഒരു പരിപാടിയിലും ഞാൻ ഈ ഗോൾവാൾക്കറിന്റെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ല. 2013 ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സതീശൻ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ RSS പുറത്തുവിട്ടു. തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ RSSന്റെ സഹായം സതീശൻ തേടിയിട്ടുണ്ടെന്ന് സംഘ് പരിവാർ നേതാവ് RV ബാബു ഫേസ്ബുക്കിൽ കുറിച്ചു. 2001-ലും 2006-ലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി RSS നേതാവിനെ പോയി കണ്ടു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഇനി അതൊന്നുകൂടി ഞാൻ പറയാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു. ഞാൻ അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചിഴക്കാത്തത് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എനിക്കറിയാം ആരെ പോയി കണ്ടെന്നുള്ളത്. RSSന്റെ സർസംഘചാലകായിരുന്ന പരംപൂജിത ഗുരുജി ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹമാണ് പറയേണ്ടത് എന്തായിരുന്നു അന്നത്തെ വികാരം, ഇന്നെന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അതുകൊണ്ട് RSSന്റെ സഹായം പറവൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തേടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം. അതേസമയം താനായിരുന്നെങ്കിൽ വിചാരധാരയുടെ പരിപാടിയിൽ പങ്കെടുക്കില്ലായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഗോൾവാൾക്കറിനെ ഞാൻ ഈ വിചാരധാര ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ചതാണ്. ഞാനത് 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട് ആ പുസ്തകം. 2 പ്രാവശ്യം കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ചു. അന്ന് വായിച്ചപ്പോൾ നമ്മുടെ ഒരു പരിമിതമായ അറിവിൻ്റെ കാലത്താണ് വായിക്കുന്നത്. പിന്നീട് ഞാൻ മുതിർന്നതിന് ശേഷം പിന്നെയും വായിച്ചു. 2006-ൽ RSS വേദിയിലേക്ക് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുന്നു. RSS വേദിയിൽ അദ്ദേഹം സംസാരിക്കുന്നു. പക്ഷെ 2006-ൽ RSS വേദിയിൽ VD സതീശൻ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം 2013-ലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഗോൾവാൾക്കർക്കെതിരെ ഉന്നയിച്ച സമയത്ത് അതിനെതിരെ RSS നോട്ടീസ് അയക്കുന്നു. RSS നോട്ടീസ് അയക്കുക മാത്രമല്ല, ആ സമയത്താണ് ഈ 2006-ലെ കൂടിക്കാഴ്ച അടക്കം ഉന്നയിച്ചുകൊണ്ടും 2013-ലെ കൂടിക്കാഴ്ച ഉന്നയിച്ചുകൊണ്ടും ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ RV ബാബു രംഗത്ത് വരുന്നത്. അദ്ദേഹം അന്ന് ഉപയോഗിച്ച വാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മവഞ്ചനയുടെ ആൾരൂപമായി പ്രതിപക്ഷ നേതാവ് മാറിയിരിക്കുന്നു. RSS വേദികളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. 2001-ലും 2006-ലും VD സതീശൻ, അതായത് ആദ്യം നിയമസഭയിലേക്ക് എത്തിയപ്പോഴും രണ്ടാമത് നിയമസഭയിലേക്ക് എത്തിയപ്പോഴും VD സതീശൻ RSS നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സഹായം ആവശ്യപ്പെട്ടു എന്ന ആരോപണം ഉന്നയിക്കുന്നു. അല്ലെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കൂ എന്ന് വെല്ലുവിളിക്കുന്നു. നിയമ നടപടിയിലേക്ക് കടക്കും എന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ ഘട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ നിയമ നടപടി ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്ന് കുറച്ചു മുമ്പ് നമ്മുടെ ഡിബേറ്റിൽ തത്സമയം ടെലിഫോൺ ലൈനിൽ ചേർന്ന RV ബാബു നമ്മളോട് പറയുകയും ചെയ്തു. ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. എന്താ അവസ്ഥയല്ലേ? അല്ല, ആരുടേതെന്നാണോ? നമ്മളെ ലീഗുകാരുടെ അവസ്ഥ തന്നെ. പിണറായിയുടെ സർക്കാർ ഫുള്ള് സംഖ്യയാണെന്ന് ഓടി നടന്നാണ് ലീഗുകാർ പ്രചരണം നടത്തിയത്. മോഡി കൊണ്ടുവന്ന SIR പിണറായിയുടേതാണെന്നും പറഞ്ഞ് വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു. പിണറായി തേരേനാമെന്നും പറഞ്ഞുകൊണ്ട് നടന്നു. കോൺഗ്രസ്സുകാർ പോലും പണിയെടുക്കാത്തടത്ത് പട്ടി പണിയെടുത്തു. ഏകീകരണവും ഗുണനവും ഹരണവും എല്ലാം നടത്തി. ഭരണം കിട്ടിയപ്പോൾ സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി എന്തിനും തയ്യാറായി നിന്നു. BJPനെ തടയാൻ സതീശനെ പറ്റൂ എന്ന പ്രചാരണം നടത്തി. അവസാനം ഭരണം തുടങ്ങിയപ്പോഴും ലീഗ് ഇരിക്കേണ്ടിടത്തെല്ലാം സംഖ്യകൾ കയറിയിരിക്കും. അതിപ്പോ പ്ലീഡർമാരായാലും മന്ത്രിമാരുടെ സ്റ്റാഫിലായാലും എല്ലായിടത്തും സംഖ്യകൾ തന്നെ. എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും അവിടെ എല്ലാ സംഘത്തിൻ പുത്രന്മാരും. പരാതി പറയാൻ ലീഗുകാരെല്ലാം കൂടെ സതീശനെ കാണാൻ പോയി. ഇങ്ങനെ ഇവിടെ മൊത്തം സംഖ്യകളായാൽ ശരിയാവില്ലല്ലോ സതീശ എന്നൊക്കെ ഓന്റെ മുഖത്തോക്കി പറയാൻ വേണ്ടിയിട്ടാണ് ലീഗുകാർ പോയത്. ആദ്യം മന്ത്രി ഷംസുദ്ദീനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങോട്ട് പോയി. ഒന്നുമില്ലെങ്കിലും ഞമ്മന്റെ മന്ത്രിയല്ലേ. അവിടെ ചെന്നപ്പോണ്ട് അതാ ഷംസുദ്ദീൻ PM ശ്രീ ഒപ്പിടാൻ പേനയുമായി കാത്തു നിൽക്കും. ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് പറയാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ ആഫീസിൽ പോയപ്പോ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടെന്ന് കുഞ്ഞാപ്പ. എന്നാ പിന്നെ സതീശനോട് പറയാം എന്ന് കരുതി. മൂപ്പരാണല്ലോ വർഗീയതയ്ക്കെതിരെയുള്ള പോരാളി. മതേതരത്വത്തിൽ തൊട്ടാൽ വിറയൽ വരുന്ന ആൾ. അങ്ങനെ മുഖ്യമന്ത്രിന്റെ ആഫീസിൽ പോയപ്പോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആരെയോ രഹസ്യമായി കാണുവാണത്ര. ലീഗുകാര് വെയിറ്റ് ചെയ്തു. അപ്പോഴേക്കും അതാ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നും ശശികല, RV ബാബു, ഷാജൻ സ്കറിയ, രാജീവ് ചന്ദ്രശേഖരനൊക്കെ വരിയായിട്ട് ഇറങ്ങി വരും. ലീഗുകാർക്ക് തൃപ്തിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോ കൂട്ടത്തിൽ ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, RV ബാബുവിനെയും ശശികലനെയും അറസ്റ്റ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഹാജരാക്കിയതാണെന്ന് കരുതിക്കോളി. ഷാജൻ സ്കറിയനെയും തുഷാർ വെള്ളാപ്പള്ളിനെയും ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ശാസിച്ചതാണെന്നും കൂട്ടിക്കോളി. രാജീവ് ചന്ദ്രശേഖരനെ ഓഫീസിലേക്ക് വരുത്തി ഭീഷണിപ്പെടുത്തിയതാണെന്നും കരുതിക്കോളി. എന്നിട്ടേ മുണ്ടിന്റെ തുമ്പോണ്ട് 2 കണ്ണുമാണ് തുടച്ചാളി. അത് നിങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും ഹരിത പ്രസ്ഥാനത്തെ കൂടുതൽ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യും. ഇനിയിപ്പം
പെണ്ണഴകിനുമിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്കോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിലെ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.